സാധാരണ ഈ ഒരു ചുറ്റുവട്ടത്ത് 4 സെന്റിൽ ഒരു 2200 സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിൽ 12 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഏകദേശം 11 വർഷം മാത്രം പഴക്കമുള്ള വീടാണ്. അധികമായിട്ടൊന്നും ആൾ താമസമില്ല കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ മാറി പൊറ്റേൽ ജംഗ്ഷൻ സമീപത്തായിട്ടാണ്. എങ്ങനെ വെച്ചാൽ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഒന്നൊരു തിരുമല സൈഡിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിടാരം വന്ന് പൊറ്റേൽ റൂട്ടിലേക്ക് വരുമ്പോൾ പൊറ്റേൽ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നാരായണ റോഡെന്ന് പറഞ്ഞ് ശ്രീനാരായണ റോഡെന്ന് പറഞ്ഞ് ഇടത്തേക്ക് ഒരു റോഡ് കാണാം. അതിൻ്റെ അടുത്തൊരു ദേവി സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. ആ റോഡ് ഒരു 100-150 മീറ്റർ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ പ്രോപ്പർട്ടി കാണാം. അതുപോലെ തച്ചോട്ട് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പിടാരം ജംഗ്ഷനിൽ നിന്ന് വന്ന് പൊറ്റേൽ റോഡിലേക്ക് വരുമ്പോൾ പൊറ്റേൽ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഈ റോഡേ കയറി വരാം. നമുക്ക് ടോട്ടലായിട്ട് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കാനും അല്ലെങ്കിൽ ചെടികൾ വെക്കാനും അതിനും എല്ലാം നല്ല രീതിയിൽ സൗകര്യം കിട്ടും. ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ചുറ്റുവട്ടമാണ്. ഇതുപോലെ തന്നെ നല്ലൊരു ബാക്ക് യാർഡ് നമ്മുടെ വീടിൻ്റെ പിൻവശത്തും ഉണ്ട്. ഇവിടെ മുറ്റം ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഇതുപോലെ ചെടികൾ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. പിൻവശത്തേക്ക് കാണിച്ചു തരാം. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ബാക്ക് യാർഡും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക് യാർഡ്. 1-2 പ്ലാവും പേരയൊക്കെ നിൽപ്പുണ്ട്. നമുക്കിനിയും ഫലവൃക്ഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് പ്രയോജനപ്പെടുത്താം. നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അതായത് ഈ വരാന്തയിൽ തന്നെ ഒത്തിരി പേർക്ക് ഇരുന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നല്ലപോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കയറി വരുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് വരും. അത് പോയിട്ട് ഇതും വലിയൊരു കോമൺ സ്പേസ് ആണ്. ഇവിടെയായിട്ട് ഡൈനിങ് അടക്കം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡൈനിങ്ങും നമുക്ക് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഈ ഷെൽഫിൽ അറേഞ്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ വന്നിട്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ പെയിൻറ്റിങ് വർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അവിടെ ഇവിടെയൊക്കെ ലൈറ്റുകളൊക്കെ ഒന്ന് ഊരി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്തൊന്ന് അറ്റാച്ച് ചെയ്യണം. ആ രീതിയിലാണുള്ളത്. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ഉണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസാണ് വരുന്നത്. രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള റൂംസാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഹിൻഡ് വെയറിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്ത് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ഹീറ്ററും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ നല്ലൊരു കോമൺ സ്പേസ്. താഴെ കണ്ടതുപോലെ അതേ രീതിയിൽ അതേ ലേഔട്ടിൽ 2 ബെഡ്റൂം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. സെയിം ആണ് കേട്ടോ. ബാത്റൂം ലേഔട്ട് ആയാലും എല്ലാം തന്നെ സെയിം ആണ്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ലേഔട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമുക്കിതാ ഇവിടെ നിന്ന് ഒരു ഓപ്പൺ ടെറസിലേക്ക് പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ കണക്കിന് ഇതുപോലെ എലിവേറ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. അതായത് പിൻവശത്തേക്കുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ചുറ്റും വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പൊറ്റേൽ ജംഗ്ഷൻ തൊട്ടടുത്താണ്. അവിടെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസായാലും ബാങ്കായാലും കടകളായാലും എല്ലാം നമ്മുടെ സൗകര്യത്തിനായിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ താമസിക്കുന്ന ഒരു ലൊക്കേഷനിൽ നമുക്ക് ഈ പറഞ്ഞൊരു കൺവീനിയൻസ് ആണ് ആവശ്യം. ഇവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ അത്യാവശ്യം ഒരു കുരുമുളക് തീർന്നു പോയി, പെട്ടെന്ന് നിന്ന് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ പിള്ളേരെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയാൽ അവിടെ തൊട്ടടുത്ത് കടയുണ്ട്. ആ രീതിയിലുള്ള ഒരു ലൊക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ തിരുമല ജംഗ്ഷൻ തൊട്ടടുത്ത് നമുക്കിവിടെ നിന്ന് പാപ്പനംകോട് കയറാനായിട്ട് ഇവിടെ നിന്ന് വിളവൂർക്കൽ പോയി പാപ്പനംകോട് കയറാം. വെള്ളയാണി സൈഡിലേക്ക് ഈസിലി പോകാം. അതായത് NH-ലേക്ക് നമുക്കിവിടെ നിന്ന് ഒരു 12-13 മിനിറ്റ് ഡ്രൈവിലൂടെ എത്താൻ സാധിക്കും. കാരണം നമ്മളിന്ന് വെള്ളയാണിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏകദേശം 13 മിനിറ്റിൽ നമുക്ക് വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മുൻവശം ബാൽക്കണി ഏരിയ. അവിടെ നിന്നും ഇതുപോലെ വലിയൊരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ കാർ പോർച്ചിൻ്റെ മേളിലേക്കുള്ള സ്പേസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ടോട്ടൽ 12 സെൻറ്റ് സ്ഥലമുണ്ട്. 2300 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന നല്ലൊരു വീടാണ്. ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.